ഇത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു പ്രത്യേക തരം പഴമാണ്. ഇതിൻ്റെ പേര് ഞാൻ ഗൂഗിളിൽ തപ്പി കണ്ടുപിടിച്ചപ്പോൾ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ്. ഇതിൻ്റെ കായ ആദ്യം ചെറിയ പച്ച നിറത്തിലാവും, പിന്നീട് കുറച്ച് ഓറഞ്ച് നിറത്തിലായിട്ട് മാറും, പിന്നെ നല്ല പാകമാകുമ്പോൾ നല്ല കടും ചുവപ്പാവും. ഈ സമയത്ത് നമുക്കിത് പറിച്ചെടുത്തിട്ട് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഇല കാപ്പിയുടെയൊക്കെ ഇല പോലെ വലിയൊരു നീളത്തിലുള്ള ഇലയാണുള്ളത്. ഇതൊരു വർഷം മുമ്പാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത്. കഴിഞ്ഞ ജൂണിൽ നട്ടുപിടിപ്പിച്ചതാണ്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് ആയപ്പോഴേക്ക് കായ വന്ന് പഴുത്ത് പാകമായുണ്ട്. ഇത് അല്പം റയറായിട്ടുള്ള ചെടിയാണെന്നാണ് പറയുന്നത്. അത് കൊളംബിയ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം ഫ്രൂട്ടാണ്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള വിത്ത് നല്ല വലിയ സൈസുള്ള, പെട്ടെന്ന് വളരുന്നുണ്ട്. ഈ മരത്തിനൊരു പ്രത്യേകത ഉള്ളത്, ഒരു വർഷം കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്നു വന്ന് ഫലം തന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാണുന്നത്. ഇത് മുണ്ടുപറമ്പ്, താഴെ മുണ്ടുപറമ്പുള്ളൊരു ഫാമിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ തൈ വാങ്ങി വെച്ചത്. ഇത് നമുക്ക് ഈ ഓറഞ്ച് നിറത്തിലാവുമ്പോഴും വേണമെങ്കിൽ നമുക്ക് പറിച്ചെടുത്തിട്ട് ഒരു ദിവസമോ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴുത്ത് കഴിക്കാൻ പാകത്തിലാകും. അതുപോലെ ഇതിന് അത്യാവശ്യം നമ്മൾ വളം ഇട്ട് കൊടുക്കണം, എന്നാൽ പെട്ടെന്ന് വലുതാവും. ഇത് കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ പീനട്ട് ബട്ടർ ക്രീമിൻ്റെ ഉപ്പില്ലെങ്കിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റാണിത്. നമുക്ക് ഇതിൻ്റെ നിറം മാറുന്നത് ശ്രദ്ധിച്ചില്ലേ? നമുക്ക് ചെറിയ പഴുപ്പുള്ളതാണെങ്കിൽ നമുക്കിതുപോലെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള വിത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കഴിക്കാം. അതുപോലെ നല്ലോണം പഴുത്തതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വായിലേക്കിട്ട് ചവച്ചിട്ട് അതിനകത്തുള്ള ആ കുരു തുപ്പിക്കളഞ്ഞാൽ മതി. അത്ര വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും കാണാൻ നല്ല മനോഹരമാണ്. അതുപോലെ കറക്റ്റ് പാകമാകുന്ന സമയത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ പീനട്ട് ബട്ടർ ക്രീമിൻ്റെ അതേ ഫീലാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്.